നമസ്തേ, ജീവനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക ആരോഗ്യവും. ഒട്ടേറെ പേർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഹൈപ്പർ ടെൻഷൻ. എന്താണ് ഹൈപ്പർ ടെൻഷൻ? ഇത് ജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നീ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിജിൽ ക്ലീറ്റസ്, അതോടൊപ്പം തന്നെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എ ജോർജ് കോശി എന്നിവരാണ്. ആദ്യം നിഖിൽ ക്ലീറ്റസിലേക്കാണ് പോകുന്നത്. ഡോക്ടർ, സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ. ഒരുപാട് പേർ ഈ പ്രശ്നം മൂലം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തി ഹൈപ്പർ ടെൻഷനിലേക്ക് എത്തിച്ചേരുന്നത്? ഹൈപ്പർ ടെൻഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷനിലേക്ക് ഒരാൾ വരുന്നതെന്ന് പറയുന്നത് മിക്കപ്പോഴും നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹൈപ്പർ ടെൻഷന് രോഗലക്ഷണങ്ങളില്ല. നമ്മളൊരു ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരാളുടെ ബ്ലഡ് പ്രഷർ ഒരു 140 സിസ്റ്റോളിക്കിൽ കൂടുതലും 90 ഡയസ്റ്റോളിക്കിൽ കൂടുതലും വരുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഒരാളുടെ രക്തക്കുഴലിൽ ഹാർട്ടിൻ്റെ ഓരോ ബീറ്റിലും ആ രക്തക്കുഴലിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ, ആ ഒരു പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പരിധിയിലധികം കൂടുമ്പോഴാണ് ഈ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമ്മൾ BP ചെക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും. ഡോക്ടർ, ഈ ഹൈപ്പർ ടെൻഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ തന്നെയാണല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഹൈപ്പർ ടെൻഷനും ഹൈ ബ്ലഡ് പ്രഷറും ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, ഒരു മോഡിഫയബിൾ കാരണങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടെ ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന കാരണങ്ങൾ. നോൺ മോഡിഫയബിൾ, അതായത് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ നോൺ മോഡിഫയബിൾ എന്ന് പറയുന്ന കാരണങ്ങൾ ഒരു 10% ആൾക്കാരിലാണ് കൂടുതലും. അതായത് ഏജ്, പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. പിന്നെ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. പിന്നീട് അതുപോലെ തന്നെ ചില ജനറ്റിക് ഡിസോർഡേഴ്സ് കാരണം ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കാത്ത കാരണങ്ങൾ. പിന്നീട് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതാണ് ഒരു വലിയ ശതമാനം. അതായത് അമിതമായ ഭാരം, പിന്നെ വ്യായാമത്തിൻ്റെ കുറവ്, പിന്നെ മറ്റ് അസുഖങ്ങൾ, കിഡ്നിയുടെ അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന ഹൈ ബ്ലഡ് പ്രഷർ, പിന്നെ ഒരു ഡയബറ്റിസ് അതുപോലത്തെ അസുഖങ്ങൾ കാരണം അതിനോടൊപ്പം ഉണ്ടാകാവുന്ന ഹൈ ബ്ലഡ് പ്രഷർ, പുകവലി, മദ്യപാനം, ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ കാരണം ഉണ്ടാകാവുന്ന കാരണങ്ങൾ. സോ ഇതെല്ലാമാണ് ഒരു ബ്രോഡ്ലി ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ കാരണങ്ങൾ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90% ഹൈ ബ്ലഡ് പ്രഷറും പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് പ്രത്യേകിച്ച് ഒരു റീസൺ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. എന്നിരുന്നാലും ജീവിതശൈലി തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഒരു 10% സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് വ്യക്തമായ അസുഖങ്ങൾ കാരണം, അതായത് കിഡ്നിയുടെയോ അല്ലെങ്കിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണമോ തൈറോയിഡിൻ്റെ പോലത്തെ പ്രശ്നങ്ങൾ കാരണം, പിന്നെ ഫിയോക്രോമോസൈറ്റോമ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഹൈ ബ്ലഡ് പ്രഷറിനെ തരംതിരിക്കാനാവുന്നത്. ഡോക്ടർ, ഇതെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഹൈ ബ്ലഡ് പ്രഷർ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം ഇതിന് രോഗലക്ഷണങ്ങളില്ല. ഒരു ബ്ലഡ് പ്രഷർ ഒരാളുടെ ഒരു 140 സിസ്റ്റോളിക്കും 90 ഡയസ്റ്റോളിക്കുമായി എന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും ഹൈ ബ്ലഡ് പ്രഷർ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഒരു 130 കോടി ജനങ്ങൾക്കുണ്ട് ലോകമെമ്പാടും. അപ്പോൾ അതിൽ തന്നെ 5-ൽ ഒരാൾക്ക് മാത്രമാണ് അയാൾക്ക് ഹൈ BP ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് BP ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ രോഗലക്ഷണങ്ങൾ, ഒരു BP ഒരു ക്രമത്തിലധികം വളരെയധികമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം. അതായത് BP ഒരു സിസ്റ്റോളിക് 180 ഡയസ്റ്റോളിക് 110 അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് തലകറക്കം, തലയുടെ പിൻഭാഗത്തുണ്ടാകുന്ന തലവേദന, പിന്നെ ഛർദിൽ, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ പലപ്പോഴും ഈ ഹൈ ബ്ലഡ് പ്രഷർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ആൾക്കാർ വന്ന് അഡ്മിറ്റ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ വന്ന് ഹോസ്പിറ്റലിൽ വൈദ്യസഹായം തേടുമ്പോഴാണ് പലപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ബ്ലഡ് പ്രഷർ നമ്മൾ BP ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ, ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങുമ്പോൾ ഏത് ഘട്ടത്തിൽ വെച്ചാണ് വൈദ്യസഹായം തേടേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്? അത് നല്ലൊരു ചോദ്യമാണ്. ഒരു ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു അസുഖമായിട്ട് കണക്കാക്കാത്ത ഒരു കാര്യമാണ്. ചിലപ്പോൾ എൻ്റെ ഒരു സ്ട്രെസ്സ് കാരണമാണ് എനിക്കിതുണ്ടായത്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട്
ജോലിയുടെ ഒരു തിരക്ക് കാരണം BP കൂടി നിൽക്കുന്നതാണ്. അങ്ങനെ പലപ്പോഴും അങ്ങനെ നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യം. അപ്പോൾ ഈ ഹൈ ബ്ലഡ് പ്രഷർ നമ്മൾ നമുക്ക് പലപ്പോഴും നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ വീട്ടിലൊരു BP അപ്പാരറ്റസ്, ഇപ്പോൾ ഓട്ടോമാറ്റിക് BP അപ്പാരറ്റസുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മളൊരു ക്ലിനിക്കിൽ ചെന്ന് പരിശോധിക്കുന്നു. അപ്പോൾ നമ്മുടെ BP ഒരു നോർമലിനേക്കാളും കൂടുതലായിട്ട് കാണിക്കുകയാണ്. ഒരു സിസ്റ്റോളിക്ക് 140 ഡയസ്റ്റോളിക്ക് 90 അതിന് മുകളിലുള്ള ഒരു BP കാണിക്കുകയാണ്. പിന്നീട് പല വട്ടങ്ങളായിട്ട്, അതായത് 2 തവണയിലധികം ഈ ഹൈ ബ്ലഡ് പ്രഷർ നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്നുള്ളതാണ്. അത് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് വളരെ നമ്മൾ റെസ്റ്റിലായിരിക്കണം, നമ്മൾ മറ്റ് സ്ട്രെയിനൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കണം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ നോക്കി ഹൈ BP കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും നേരത്തെ തന്നെ ഒരു ഡോക്ടറിനെ കാണുന്നതാണ് നല്ലത്. കാരണം ഇതൊരു അർജൻറ്റ് കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും BP കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവഗണിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ. സോ എപ്പോൾ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ കണ്ടെത്തിയോ ഒരു ഡോക്ടറിനെ കാണുക, കണ്ടതിന് ശേഷം നമ്മുടെ മറ്റ് പരിശോധനകൾ ചെയ്യുക, നമ്മുടെ കിഡ്നി ഫങ്ഷൻ ചെയ്യുക, കണ്ണിൻ്റെ പരിശോധനകൾ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ നമ്മുടെ ECG എടുത്ത് നോക്കുക. അങ്ങനെ കുറച്ച് പരിശോധനകൾ ചെയ്ത് നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ, ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായാൽ ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുക? ഹൈപ്പർ ടെൻഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സ്ട്രോക്കിൻ്റെ എണ്ണം നോക്കിയാൽ ഒരു പകുതിയിലധികവും ഹൈ ബ്ലഡ് പ്രഷർ കാരണം ഉണ്ടാകുന്നതാണ്. നമ്മൾ ഹാർട്ട് അറ്റാക്സിൻ്റെ കാര്യം നോക്കിയാൽ 25%-ലധികം 4 ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഹൈ ബ്ലഡ് പ്രഷർ കാരണമാണ്. കിഡ്നിയുടെ അസുഖത്തിൻ്റെ വളരെ വലിയൊരു പ്രധാനപ്പെട്ട കാരണം ഹൈ ബ്ലഡ് പ്രഷറാണ്. അപ്പോൾ ഈ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് അധികമുണ്ട്. അത് ഹാർട്ടിനെ ബാധിക്കാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലർ ഉണ്ടാകാം, പിന്നെ കിഡ്നിയെ ബാധിച്ച് കിഡ്നിയുടെ അസുഖങ്ങളുണ്ടാകാം, തലച്ചോറിനെ ബാധിക്കുന്നത് സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങളുണ്ടാകാം, പിന്നെ ഡിമെൻഷ്യ, ഒരു പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ ആകാൻ സാധ്യതയുണ്ട് ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാരിൽ. പിന്നെ പെരിഫറൽ ആർട്ടറിയൽ ഡിസീസ്, মানে കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയുക, അങ്ങനെ പല പല സിസ്റ്റംസിനെ ഈ ഹൈ ബ്ലഡ് പ്രഷർ ബാധിക്കാം. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും ഒരു ഹൈ ബ്ലഡ് പ്രഷർ തുടങ്ങി ഒരു 5-10 വർഷത്തിനും ഇടയ്ക്കൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടം വരെ പോവാതെ BP നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത്, ഹൈ ബ്ലഡ് പ്രഷർ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ, ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാൻ എത്ര നാളാണ് എടുക്കുന്നത്? ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതായത് വളരെയധികം BP വർദ്ധിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ആൾക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാളുടെ BP ഒരു സിസ്റ്റോളിക് 180, ഡയസ്റ്റോളിക് 110, അതിന് മുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്നാണ് പറയുന്നത്. അതായത് അത് ആ സമയത്ത് തന്നെ ആളുടെ ഓർഗൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള BP ഇമ്മീഡിയറ്റ്ലി തന്നെ ആൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ സാധാരണഗതിയിൽ ഒരു ആളുടെ ഹൈ ബ്ലഡ് പ്രഷർ, ഒരു ഹൃദ്രോഗമൊക്കെ ഉണ്ടാകാവുന്നത് ഒരു 8 വർഷത്തിനും 10 വർഷത്തിനും ഇടയിലുള്ള കാലയളവിലാണ്. സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങൾ ഒരു 5 വർഷങ്ങൾക്കൊക്കെ ശേഷമൊക്കെയാണ് ഒരാൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ കാരണം ഉണ്ടാകുന്നത്. കിഡ്നിയുടെ അസുഖങ്ങളും എല്ലാം ഈ ഒരു കാലയളവിലാണ്. അപ്പോൾ ഒരു BP ആരംഭിച്ചു, ഹൈ ബ്ലഡ് പ്രഷർ ആരംഭിച്ചു ഒരു 5 വർഷത്തിനും 10 വർഷത്തിനും ഇടക്കാണ് സാധാരണഗതിയിൽ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോംപ്ലിക്കേഷൻസ് വന്നതിന് ശേഷമാണ് ഹൈ BP പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത്. ഈ BP ചിലപ്പോൾ 4-5 കൊല്ലമായിട്ടുണ്ടായിരുന്നിരിക്കും, ഒരിക്കൽ പോലും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളത് മിസ് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. വളരെയധികം നന്ദി ഡോക്ടർ നിഖിൽ ക്ലീറ്റസ് ഇത്രയും നേരം നമ്മോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ജോർജ് കോശിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും എപ്പോഴാണ് വൈദ്യസഹായം തേടേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്കറിയേണ്ടത് ഇത് നമ്മളുടെ മറ്റ് അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളെ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രക്താതി സമ്മർദ്ദം, രക്തധമനിയിലെ മർദ്ദം, അതായത് പ്രഷർ കൂടുതലാണ്. ഇങ്ങനെ കൂടുതലായിട്ടിരുന്നു കഴിഞ്ഞാൽ രക്തത്തിലെ കൊളസ്ട്രോൾ, കൊഴുപ്പ് രക്തധമനിയുടെ ഭിത്തിയിൽ അടിഞ്ഞുകൂടി അതിൻ്റെ വ്യാസം കുറയുകയും ബ്ലോക്കുകൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയത്തിലോട്ട് രക്തം എത്തിച്ചു കൊടുക്കുന്ന കൊറോണറി ആർട്ടറിയുടെ വ്യാസമാണ് കുറയുന്നതെങ്കിൽ ആളിന് ഹാർട്ട് അറ്റാക്ക് വരാം. നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന രക്തധമനിയിലാണ് ഫാറ്റ് അടിഞ്ഞുകൂടി ചുരുക്കം വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം. ഇത് കൂടാതെ തന്നെ രക്തസമ്മർദ്ദം ഒരുപാട് കൂടുകയാണെങ്കിൽ രക്തധമനി പൊട്ടിപ്പോവുകയും രക്തസ്രാവം സംഭവിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഈ സെറിബ്രൽ ഹെമറേജ്, ബ്രെയിൻ ഹെമറേജ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ചിലപ്പോൾ കണ്ണിനകത്ത് ഇതുപോലെ രക്തക്കൊഴൽ പൊട്ടി കാഴ്ച നഷ്ടപ്പെടാം. അതുപോലെ രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഹാർട്ടിന് പമ്പ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കൂടും. അപ്പൊ ഹൃദയത്തിന്റെ മാംസഭിത്തികൾക്ക് ഖനം കൂടും. അതിനാണ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന്. കുറെ കഴിയുമ്പോഴത്തേക്ക് ഹൃദയത്തിന് പ്രവർത്തന മാന്ദ്യം സംഭവിക്കും, പമ്പിങ് ഫങ്ഷൻ കുറയും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ലങ്സിലെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് കലശലായ ശ്വാസം മുട്ടൽ വരും. അതിനാണ് അക്യൂട്ട് പൾമണറി എഡീമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ രക്തം ഫിൽട്ടർ ചെയ്യുന്ന ഓർഗൻ ആണ് വൃക്ക അല്ലെങ്കിൽ കിഡ്നി. രക്തസമ്മർദ്ദം കൂടി വർഷങ്ങളായിട്ടിരിക്കുകയാണെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് വരും. ആദ്യമായിട്ട് കാണുന്നത് പ്രോട്ടീൻ നമ്മൾ യൂറിനിൽ വരും, പ്രോട്ടീൻ ചോരുന്ന അവസ്ഥ, മൂത്രത്തിൽ വരുന്ന അവസ്ഥ. അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ക്രിയാറ്റിനിൻ കൂടാൻ തുടങ്ങും, വൃക്ക പരാജയം, കിഡ്നി ഫെയിലിയർ. അവസാനം അത് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും അങ്ങനെയൊക്കെ ലെവലിലേക്കൊക്കെ എത്തിക്കാം. അതുപോലെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് കാരണമാണ്. ഇങ്ങനെ പല രീതിയിലുള്ള കുഴപ്പങ്ങളും ബ്ലഡ് പ്രഷർ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഹൃദയത്തിനെ ബാധിക്കാം, തലച്ചോറിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, കണ്ണുകളെ ബാധിക്കാം. അതുപോലെ കാലിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞിട്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാക്കാം. എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് രക്താതിസമ്മർദ്ദം. ഡോക്ടറിന് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളുണ്ടോ, അല്ലെങ്കിൽ ടെസ്റ്റുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ ആദ്യമായിട്ട് രക്തസമ്മർദ്ദം കൂടുതലാണെന്ന് ഉറപ്പുവരുത്തും. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ അതിനെല്ലാം കൂടെ വളരെ കുറച്ച് സമയം മതി. ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും രോഗിയെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുക, പ്രോപ്പറായിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുക്കുക. പിന്നെ 3 രീതിയിലുള്ള പരിശോധനകളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, ഈ രക്തസമ്മർദ്ദത്തിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ 90% രക്താതിസമ്മർദ്ദവും പ്രത്യേകിച്ച് ഒരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. പലപ്പോഴും ഫാമിലിയിൽ ബ്ലഡ് പ്രഷർ കാണും, അച്ഛനും അമ്മയ്ക്കും ഒക്കെ BP കാണും, സഹോദരങ്ങൾക്ക് BP കാണും. അങ്ങനെയുള്ള ഫാമിലിയിലും ബ്ലഡ് പ്രഷർ വരും. അതിനാണ് നമ്മൾ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ 10% ബ്ലഡ് പ്രഷർ കൂടുതലുള്ള രോഗികളിൽ ചിലപ്പം കിഡ്നിക്കുള്ള തകരാറും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനുള്ള തകരാറും, ഫിയോക്രമോസൈറ്റോമ, അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ബ്ലഡ് യൂറിയ, ക്രിയാറ്റിനിൻ, കിഡ്നിയുടെ ഫങ്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള തരം ടെസ്റ്റുകൾ ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ട് ഈ ബ്ലഡ് പ്രഷർ കൂടുതൽ നാള് ഉയർന്നിരുന്നത് കൊണ്ട് ശരീരത്തിന്റെ ഓർഗൻസിന് ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനാണ് നമ്മൾ ടാർഗറ്റ് ഓർഗൻ ഡാമേജ്. ഹൃദയത്തിന് ക്ഷതം വന്നിട്ടുണ്ടോ, ECG, എക്കോകാർഡിയോഗ്രാം തുടങ്ങിയ പരിശോധനകളുണ്ട് അറിയാം. ഹൃദയത്തിന്റെ മാംസഭിത്തികൾക്ക് കനം കൂടിയിട്ടുണ്ടോ, ഹൃദയത്തിന് പ്രവർത്തന മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിൽറ്ററാണ് കിഡ്നി. അപ്പൊ യൂറിനിൽ ആൽബുമിൻ വരുന്നുണ്ടോ, ക്രിയാറ്റിനിൻ കൂടിയിട്ടുണ്ടോ. അതുപോലെ കണ്ണ് പരിശോധിക്കുന്ന ഫണ്ടസ് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന്റെ ആർട്ടറിയിൽ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. പിന്നെ മൂന്നാമതായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം അല്ലാതെ മറ്റു രോഗങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ബ്ലഡ് ഷുഗർ എങ്ങനെയാണ്, കൊളസ്ട്രോളിന്റെ അളവ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യം. പിന്നെ ചില രോഗികൾക്ക് രാത്രിയിൽ ശരിയായിട്ട് ഉറക്കം വരാതെ തൊണ്ടയടഞ്ഞുപോയി, കൂർക്കമ്പലി കൂടുതലായിട്ടുള്ള തൊണ്ടയടഞ്ഞുപോയി ശ്വാസം നിലയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. വളരെ കോമൺ ആണ്. ഇതിനൊരു സ്ലീപ്പ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ പല പരിശോധനകളും രോഗിയിൽ ആവശ്യം. പല വ്യക്തികൾ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ചികിത്സാ വിധിയാണ് ഇതിന് സ്വീകരിക്കുന്നത്? എന്തൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ബേസിക് ആയിട്ട് ജീവിത ശൈലിയിൽ മാറ്റം വരുത്തണം. കാര്യം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു ജീവിത ശൈലി രോഗമാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതുകൊണ്ട് ക്രമമായിട്ടുള്ള വ്യായാമം,
ശരീരഭാരം ലഘൂകരിച്ച് ഓപ്റ്റിമം ആയിട്ട് കീപ്പ് ചെയ്യുക. ആഹാരക്രമത്തിൽ വേണ്ട മാറ്റം, പൂരിത കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക, കൂടുതലായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക, അതുപോലെ ശരിയായിട്ട് റെസ്റ്റ് എടുക്കുക. സ്ലീപ്പ്, ഉറക്കം വളരെ പ്രധാനമാണ്. ഒരു 6 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. കഴിയുന്നിടത്തോളം മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക. യോഗ, ബയോ ഫീഡ്ബാക്ക്, ഇതെല്ലാം പ്രയോജനപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ആഹാരത്തിൽ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, ഇതെല്ലാം പ്രയോജനപ്പെടുന്ന കാര്യം. എന്നിരുന്നാലും 90% രോഗികൾക്കും ഇതിനോടൊപ്പം ഗുളികകൾ വേണ്ടി വരും. പല തരത്തിലുള്ള ഗുളികകൾ ലഭ്യമാണ്. ബേസിക്കലി 3 തരത്തിലുള്ള ഗുളികകളാണ് നമ്മൾ ബ്ലഡ് പ്രഷറിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒരു റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം എന്ന് പറയുന്ന ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗം. അതിനകത്ത് വരുന്നതാണ് നമ്മളുടെ റാമിപ്രിൽ, ടെൽമിസാട്ടാൻ, ആ ഇനത്തിൽപ്പെട്ടുള്ള ഗുളികയാണ്. പിന്നെ രണ്ടാമത്തെ ഗുളിക എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ടും ഒക്കെ കൂടുതലായിട്ട് ബോഡിയിൽ നിന്നും കളയുന്ന, സോഡിയം കൂടുതലായിട്ട് യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഡയൂററ്റിക് എന്ന് പറയുന്ന ഗുളിക. മൂന്നാമതായിട്ട് നമ്മുടെ രക്തധമനികളെ വികസിപ്പിക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കർ, അമ്ലോഡിപ്പിൻ പോലെയുള്ള ഗുളിക. ഈ 3 ഗുളികകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ അനേകം പുതിയ ഗുളികകളും ഒക്കെ ആവശ്യമാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ളതൊക്കെ സ്റ്റാറ്റിൻ ഇനത്തിൽപ്പെട്ട ഗുളികയാണ്. ഡയബറ്റിസ് ഉള്ളതൊക്കെ നന്നായിട്ട് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അങ്ങനെ സമഗ്രമായ ഒരു ചികിത്സ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിലേ ഈ രക്താതി സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വലിയ രീതിയിൽ തന്നെ നമ്മുടെ ജീവിത രീതിയെ ഹൈപ്പർ ടെൻഷൻ മാറ്റിമറിക്കുമെന്ന് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കും കൂടിയാണ്, നമ്മുടെ ജീവിത രീതിയെ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി എങ്ങനെയാണ് ഹൈപ്പർ ടെൻഷനെ ഒഴിവാക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഹൈപ്പർ ടെൻഷനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വ്യക്തികളും, പ്രായപൂർത്തിയായ എല്ലാ വ്യക്തികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ എവിടെയെങ്കിലും പോയി ഒന്ന് റെക്കോർഡ് ചെയ്യുക. ബ്ലഡ് പ്രഷർ കൂടുതലുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ജീവിതശൈലി മാറ്റങ്ങൾ നമ്മൾ ജീവിതകാലം മുഴുവൻ തുടരും. പിന്നെ 3, നമ്മൾ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, ബ്ലഡ് പ്രഷർ ഞാൻ ഗുളിക കഴിച്ചു പോയാൽ ജീവിതകാലം മുഴുവൻ കഴിക്കണം. അങ്ങനെയല്ല. ബ്ലഡ് പ്രഷർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് അതിന് ചികിത്സ വേണം. കാര്യം നമ്മൾ ചികിത്സിക്കാതെ ഇരുന്നാൽ ബ്ലഡ് പ്രഷറിന്റെ തോത് പെട്ടെന്ന് അങ്ങ് കൂടും. നേരെ മറിച്ച് നമ്മൾ നേരത്തെ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ 1-2 ഗുളിക കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ നിൽക്കാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്യരുത്. ബ്ലഡ് പ്രഷർ കൂടുതലുള്ള വ്യക്തികൾ നേരത്തെ തന്നെ ചികിത്സ തേടും. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രക്തസമ്മർദ്ദം കൂടുന്നതിൻ്റെ തോത് നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. പിന്നെ സാധാരണ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക്, ബ്ലഡ് പ്രഷർ നോർമലായി കഴിഞ്ഞാൽ ആരോടും ചോദിക്കാതെ ഗുളിക അങ്ങ് നിർത്തും. പിന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുകയില്ല. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ബ്ലഡ് പ്രഷറുള്ള രോഗികൾ മിക്കവാറും ജീവിതകാലം മുഴുവൻ ബ്ലഡ് പ്രഷറിനുള്ള ഗുളികകൾ തുടരാൻ, അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ തോത്, ഡോസ് അല്പം വല്ലതും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് ഹാർട്ടിന് എന്തെങ്കിലും കേട് സംഭവിച്ചിട്ടുണ്ടോ, കണ്ണിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ, കിഡ്നിക്ക് തകരാറുണ്ടോ. ഉദാഹരണത്തിന് നമ്മൾ യൂറിനിലെ ആൽബുമിൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. ഒരു ECG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ മസിലിന് ഖനം കൂടി വരുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാം. കണ്ണിന്റെ ഒരു ഫണ്ടസ് എക്സാമിനേഷൻ നടത്തിയാൽ കണ്ണിന്റെ രക്തധമനികൾ സാധാരണ രീതിയിലാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ചിട്ടയായിട്ട് ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് രക്താതിസമ്മർദ്ദം. മറ്റൊരു പ്രധാന കാര്യം, രക്തസമ്മർദ്ദം കൂടിയാൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്, നിശബ്ദ കൊലയാളി. കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും. അല്ലാതെ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് രക്തസമ്മർദ്ദം കൂടുതലല്ല എന്ന് അർത്ഥമില്ല. വളരെയധികം നന്ദി ഡോക്ടർ ജോർജ് കോശി, ഇത്രയും നേരം നമ്മോടൊപ്പം ചിലവിട്ടതിന്. താങ്ക് യു. ജീവനത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.